അജേഷിനെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അജേഷ് മോഹൻ, മറ്റേ വടക്കേതിലെ മോഹൻ സാറിന്റെ മോൻ. ഓ, അവനിപ്പോ വക്കീലല്ലേ? അവനെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? വെറുതെ വരുന്നതല്ല, ഞാൻ വിളിച്ചൊരു കാര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്, അതിനുവേണ്ടി വരുന്നതാ. എന്തിനാ നീ ഇപ്പൊ വക്കീലിനെയൊക്കെ വിളിച്ചു വരുത്തുന്നേ? വാ അജേഷേ. ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഓ, ചേട്ടൻ മറിഞ്ഞു വീണ കാര്യമൊക്കെ ശിവാനി പറഞ്ഞിരുന്നു. ആളെന്തിയെ? ചന്ദ്രികയും നിഖിലും കൂടെ ചേട്ടനെയും കൊണ്ട് ആശുപത്രിയിലോട്ട് പോയിരിക്കാം. എന്നിട്ട് ചേച്ചി പോയില്ലേ? അവർ ഈ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോ അച്ഛന് വേദനിക്കുമല്ലോ, അത് അമ്മയ്ക്ക് കണ്ടേക്കാൻ പറ്റൂല. അപ്പോ അതുകൊണ്ട് അമ്മായി എന്നെ ചെല്ലണ്ടെന്ന് പറഞ്ഞേ. അല്ലേ അമ്മേ? അജേഷ് ഇരിക്ക്. ശിവാനി, അപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നോട്ടീസ് അയക്കാൻ തന്നെയല്ലേ തീരുമാനം? ഓ, എന്ത് നോട്ടീസ്? ഞാൻ പ്രണവിനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാനായിട്ട് അങ്ങോട്ടൊരു നോട്ടീസ് അയക്കാൻ പോവാ. നീ ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ. എന്താ? വാ പറയാം, വാ. അമ്മേ വാ ഇങ്ങോട്ട്. എന്താ? എന്തൊക്കെ കോപ്രായങ്ങളാ ശിവാനി നീ കാണിക്കുന്നേ? ഇത്രയും കാലം ജീവിക്കുന്നെങ്കിൽ പ്രണവിന്റെ കൂടെ ആയിരിക്കും പറഞ്ഞിട്ട് ഇപ്പോ ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നോ? ഒന്നാമത് നിന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയെടുക്കാൻ ഒരു വഴി ആലോചിക്കാം വീട്ടുകാര്. അപ്പോ നീ തന്നെ അതിന് മുൻകൈ എടുക്കാന്ന് പറഞ്ഞ എന്തൊരു പൊട്ടത്തരാ വേണേ? പിന്നല്ലാതെ എല്ലാ കാലവും ഞാനിവിടെ ദാരിദ്ര്യത്തിൽ കഴിയണോ? മര്യാദയ്ക്കൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ 5 രൂപയില്ല. ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ആ വക്കീലിനെ വിളിച്ചിട്ട് ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചത്. എടീ, നീ ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചു കൊടുത്താ അവരിത് വായിച്ചിട്ട് അതിന് സമ്മതമാണെന്ന് തന്നെ പറയില്ലേ? പോങ്ങാനിരിക്കുന്ന നായുടെ തലയില് തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ ആവും കാര്യങ്ങള്.